بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. വക്കീല പറയപ്പെട്ടിരിക്കുന്നു, ഇന്നൽ ഹുകമാ നളറു, നിശ്ചയം തത്വജ്ഞാനികൾ അവർ ചിന്തിച്ചു, ഫറദ്ദു മസായിബൽ ആലമി, അങ്ങനെ ചിന്തിച്ചപ്പോൾ അവർക്ക് ലോകത്തിൻ്റെ മുസീബത്തുകളെ അവർ വമ്യഹനഹും ലോക ജനതയുടെ മുസീബത്തുകൾ, ലോക ജനതയുടെ കഷ്ടപ്പാടുകളെല്ലാം അവർ കുല്ലഹ മുഴുവനെയും ഇലാ ഹംസിൻ, 5 കാര്യത്തിലേക്ക് അവർ മടക്കി. മുസീബത്തിൻ്റെ 5 രീതികളുണ്ടെന്ന് അവർ അവരുടെ തത്വജ്ഞാനത്തിലൂടെ മനസ്സിലാക്കി എന്നർത്ഥം. ഏതൊക്കെയാണത്? അൽ മറലി ഫിൽ ഗുർബ, ഒന്നാമത്തത് ഗുർബത്തിലുള്ള മറല്, പരദേശികാവസ്ഥയിലുള്ള മറല്, ആരോരും സഹായിക്കാനില്ലാതെ വേറൊരു നാട്ടിൽ വിദേശിയായിട്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗം. വൽ ഫഖിരി ഫി ശൈബി, രണ്ടാമത്തത് നരബാധിച്ച വാർദ്ധക്യാവസ്ഥയിൽ സാമ്പത്തികമില്ലാതെ ദാരിദ്ര്യം അനുഭവിക്കുക. മൂന്നാമത്തത് വൽ മൗത്തി ഫി ശബാബി, യുവപ്രായത്തിലുള്ള മരണം. നാലാമത്തേത് വൽ അമാ ബഅദൽ ബസർ, കാഴ്ച ഉണ്ടായതിനു ശേഷം പിന്നീട് അന്ധത ബാധിക്കുക. അടുത്തത് വൻ നക്റത്തി ബഅദൽ മഅരിഫ, അള്ളാഹുവിൻ്റെ മാരിഫത്ത് കരസ്ഥമായതിന് ശേഷം കുഫറിലേക്ക് എത്തുക. അള്ളാഹു നമ്മളെ എല്ലാം കാത്തിരക്ഷിക്കട്ടെ, ഈ രോഗങ്ങളിൽ നിന്നും ഈ മുസീബത്തിൽ നിന്നെല്ലാം അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇത് ചില ഹുക്കമാ പറഞ്ഞതാണ്. അഹ്സനു മിൻ ദാലിക, ഇതിനേക്കാൾ നല്ലതാണ് ഖൗലുമൻ ഖാല, പറഞ്ഞയാളുടെ കൗല്. എന്താ പറഞ്ഞത്? ലികുല്ലി ശൈഇൻ ഇദാ ഫാറഖതഹു ഇബദു വലൈസ ലില്ലാഹി ഇൻ ഫാറഖത മിൻ ഇബദി. ലികുല്ലി ഷൈഇൻ, എല്ലാ വസ്തുവിനുമുണ്ട്, ഇദാ ഫാറഖതു, നീ അതുമായി വേറുപെട്ടാൽ ഇബദു, ഒരു പകരമുണ്ട്, ഒന്നല്ലെങ്കിൽ വേറൊന്ന് കിട്ടും. എന്നാൽ വലൈസ ലില്ലാഹി, അള്ളാഹുവിനില്ല, ഇൻ ഫാറഖത, അവനെ നീ വിട്ടുപിരിഞ്ഞാൽ, അള്ളാഹുവിന്റെ ദീനിനെ നീ വിട്ടുപിരിഞ്ഞാൽ, അവന്റെ മഹബത്തുമായി നീ വേറുപിരിഞ്ഞാൽ, മിൻ ഇബദി, ഒരു ഇബദും ഉണ്ടാകത്തില്ല പകരം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അവന്റെ മഹബത്തിൽ അള്ളാഹു സാധുക്കളെ നമ്മൾ ചേർത്ത് പിടിക്കട്ടെ. വലിയ ഗൈരിഹി, ഈ പറഞ്ഞ ആളല്ലാത്ത വേറൊരാൾക്കുള്ള ഉണ്ട്. ഇദാ അബ്ഖത്തിദ് ദുനിയാ അലൽ മർഇ ദീനഹു ഫമാ ഫാതഹു മിൻഹാ ഫലൈസ ബിളാഇരി. വേറൊരു പദ്യം. ഇദാ അബ്ഖത്തിദ് ദുനിയാ, ദുനിയാവ് ഭൗതിക ലോകം ശേഷിപ്പിച്ചാൽ, അലൽ മർഇ, ഒരു മനുഷ്യന്റെ മേൽ, ദീനു, അവന്റെ ദീനിനെ. ഭൗതിക ലോകവും അവന് ബന്ധമുണ്ട്, പക്ഷേ ഭൗതിക ലോകം കാരണം അവന്റെ ദീന് നഷ്ടപ്പെട്ടില്ല എങ്കിൽ, ഫമാ ഫാതഹു, അവന് നഷ്ടപ്പെട്ട ഒന്ന്, മിൻഹ, ആ ദുന്യാവിൽ നിന്നും, ഫലൈസ, അതല്ല, ബിളാഇരി, ഒരു ഇടങ്ങേറ് വരുത്തുന്നതല്ല. ദീൻ ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അപ്പൊ പിന്നെ ദുന്യാവ് കുറെ നഷ്ടപ്പെട്ടാലും ഒരു പ്രശ്നമല്ല. അപ്പൊ എന്തെല്ലാം മുസീബത്ത് വന്നാലും ദീന് നഷ്ടപ്പെടരുത്. അള്ളാഹു നമ്മുടെ ദീനിനെ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. ഈമാൻ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഹിദായത്തിൽ അള്ളാഹു നമ്മളെ ഉറപ്പിച്ചു നിർത്തട്ടെ. കദാലിക, ഇപ്രകാരം നീ ചിന്തിക്കണം, നീ താഴ്മ കാണിക്കണം. ഫീകുല്ലി നിഅമത്തിൻ, ഓരോ നിഅമത്തിലും ചിന്തിച്ച് നീ അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കണം, താഴ്മ കാണിക്കണം. എങ്ങനത്തെ അനുഗ്രഹങ്ങൾ? അൻഅമ ബിഹാ അലൈക, അവകളെ കൊണ്ട് അള്ളാഹു നിനക്ക് അനുഗ്രഹം ചെയ്തു. വതഈദിൻ, എല്ലാ ഓരോ ശക്തിപ്പെടുത്തലിലും നീ അള്ളാഹുവിൽ താഴ്മ കാണിക്കണം. അയ്യദക ബിഹി, അള്ളാഹു അതുകൊണ്ട് നിന്നെ ശക്തിപ്പെടുത്തി. എന്ത് വിഷയത്തിൽ? ഫി ഖത്ഇ അഖബത്തിൻ മിനൽ അഖബാത്തി, മേൽ പറയപ്പെട്ട കടമ്പകൾപ്പെട്ട ഓരോ കടമ്പയും മുറിച്ചു കടക്കുന്നതിൽ നിനക്ക് അള്ളാഹു തഈദ് നൽകി, നിനക്ക് അള്ളാഹു നിഅമത്ത് നൽകി. അതിനെ സംബന്ധിച്ച് നീ ഇങ്ങനെ താഴ്മ കാണിച്ച് അള്ളാഹുവിലേക്ക് അടുക്കണം. ലിയുസബ്ബിത അലൈക, എന്തിനാ? അള്ളാഹു തആല നിന്റെ മേൽ സ്ഥിരപ്പെടുത്താൻ വേണ്ടി. മാ അത, അവൻ നൽകിയതിനെ. വയസീദക, നിനക്ക് അള്ളാഹു വർദ്ധിപ്പിച്ചു തരാൻ വേണ്ടി. ഫൗഖമാ തുരീദു, നീ ഉദ്ദേശിച്ചതിന്റെ മീതെ. തത്തമന്ന, നീ ആഗ്രഹിച്ചതിന്റെ മീതെ നിനക്ക് വർദ്ധിപ്പിച്ചു തരാൻ വേണ്ടി.
അങ്ങനെ ഫൈദാ ഫഅൽത ദാലിക, ഇങ്ങനെ നിന്റെ തളർറുകൾ, നിന്റെ ഇബ്തിഹാല്, നിന്റെ ചിന്തകളെല്ലാം ഇങ്ങനെ ആയാൽ, നീ ഇതിന് ചെയ്താൽ, കുന്ത നീയാകും ഖദ് ഖല്ലഫ്ത ഹാദിഹിൽ അഖബത്തൽ ഖതീറത, അപകടം പിടിച്ച ഈ അഖബയെ, ഈ നന്ദിയുടെ അഖബയെ നീ പിന്നെ പിന്തള്ളിയവനായി തീരും. വകുന്ത നീ ആയിത്തീരും ഖദ് ലഫിർത, നീ വിജയിച്ചവനായി തീരും. ബിൽ കൻസൈനി, രണ്ട് നിധി കൊണ്ട്, അൽ കരീമൈനി, ബഹുമാന്യമായ രണ്ട് നിധി കൊണ്ട്, അൽ അസീസൈനി, ഉന്നതമായ, അല്ലതൈനി, ഏതൊക്കെയാണത്? ഹുമൽ ഇസ്തിഖാമത്ത്, ഒന്നാമത് ദീനിൽ ഉറച്ചു നിൽക്കുക, രണ്ടാമത്തെ വൽ ഇസ്തിസാദത്തു, വർധനവുണ്ടാവുക, കിട്ടിയ അനുഗ്രഹങ്ങൾ കൂടുതലാവുക. അതിൽ നീ അങ്ങനെ കിട്ടി നീ വിജയിക്കും, നിനക്ക് ഇസ്തിഖാമത്തുണ്ടാവും, അനുഗ്രഹങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഫതദൂമുലക നിഅമുൽ മൗജൂദത്തു, ഉള്ളതായ നിഅമത്ത് നിനക്ക് ശേഷിക്കും. അല്ലത്തി അഅതാകഹ, അല്ലാഹ് നിനക്ക് നൽകിയതാണ്, അത് നിനക്ക് ശേഷിക്കും. ഫലാ തഖ്ഷ, അപ്പൊ നീ ഭയപ്പെടുകയില്ല. സവാലഹ, നിഅമത്ത് നീങ്ങിപ്പോകുന്നതിനെ ഭയപ്പെടേണ്ടി വരില്ല. വയസീദുക, നിനക്ക് അല്ലാഹ് വർദ്ധിപ്പിച്ചു തരും. മിനൻ നിഅമിൽ മഫ്ഖൂദത്തി, ഇല്ലാത്ത നിഅമത്തുകളിൽ നിന്നും. അല്ലത്തി ലം തുഅത, നിനക്കത് നൽകപ്പെട്ടിട്ടില്ല ഇതുവരെയും, ബഅദു, ഇതുവരെയും നൽകപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള നിഅമത്തുകളിൽ നിന്നും നിനക്ക് നൽകപ്പെടും. മാലാ തുഹ്സിനു അൻ തസ്അലഹ, നീ അവകളെ ചോദിക്കുന്നതിനെ നന്നാക്കിയിട്ടില്ല, അങ്ങനത്തതിനെ ചോദിച്ചിട്ടേ ഇല്ലാത്ത അനുഗ്രഹങ്ങൾ അള്ളാഹ് നിനക്ക് വർദ്ധിപ്പിച്ചു തരും. തമന്നഹ, നീ അതിനെ ആഗ്രഹിക്കുക പോലും ചെയ്തിട്ടില്ല അത് കിട്ടുമെന്ന്, അത് നിനക്ക് അള്ളാഹു തആല തരും. അപ്പൊ ഫലാ തഖ്ശ ഫവാതഹ, അത് നഷ്ടപ്പെട്ടു പോകുന്ന ഭയക്കേണ്ട കാര്യമില്ല. കുന്ത, അപ്പൊ നീ ആയിത്തീരും ഹൈനൈദിൻ, ഈ അവസ്ഥയിൽ, ഈ അക്കബയെല്ലാം കടന്നു കഴിയുമ്പോൾ, മിനൽ ആരിഫീന, നീ ആരിഫുകളിൽപ്പെട്ടവനായി തീരും. അള്ളാഹുവിന്റെ ഉന്നതമായ രഹസ്യജ്ഞാനം, മാരിഫത്ത് നൽകപ്പെട്ടവർ, അള്ളാഹു നമ്മൾ അതിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽ ഉലമാ ഇൽ ആമിലീന, ആമിലുകളായ ഉലമായിൽപ്പെട്ടവരായി തീരും. ബിദ്ദീനി, ദീൻ കൊണ്ട് അമൽ ചെയ്യുന്ന ഉലമാകൾ. അത്താഹിബീന, തൗബ ചെയ്യുന്നവർ. അത്താഹിരീന, പരിശുദ്ധർ. അസ്സാഹിദീന, ദുന്യാവിൽ വിരക്തിയുള്ളവർ. ഫിദ്ദുന്യ അൽ മുതജർരിദീന ലിൽ ഖിദ്മത്തി, ഖിദ്മത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ യജമാനന്റെ ഖിദ്മത്തിന് വേണ്ടി തനിച്ചവർ. അൽ ഖാഹിരീന ലിൽ ഷൈത്താനി, ഷൈത്താനിനെ കീഴടക്കിയവർ. അൽ മുത്തഖീന ഹഖ തഖ്വ, തഖ്വ ചെയ്യേണ്ട രൂപത്തിൽ തഖ്വ ചെയ്തവർ. ബിൽ ഖൽബി, ഖൽബ് കൊണ്ടും. വൽ അർക്കാനി, അവയവങ്ങളെ കൊണ്ടും. അൽ ഖാസിരീന ലിൽ അമൽ, ദുന്യവിയായ ആഗ്രഹത്തിനെല്ലാം കുറച്ചു കൊണ്ടുവന്നവർ. അൻ നാസിഹീന, നസീഹത്തുള്ളവർ, ഗുണകാംക്ഷയുള്ളവർ. അൽ ഖാശിഈന, ഖൽബ് കൊണ്ട് അള്ളാഹുവിനെ പേടിക്കുന്നവർ. അൽ മുതവാദിഈന, താഴ്മ കാണിക്കുന്നവർ. അൽ മുതവക്കിലീന, അള്ളാഹുവിലേക്ക് റിസ്ക്കിന്റെ കാര്യങ്ങളെല്ലാം ഫലമേൽപ്പിക്കുന്നവർ. അൽ മുഫവ്വിദീന, മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുന്നവർ. അർ റാദീന, അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടവർ. അസ്സാബിരീന, ക്ഷമാശീലന്മാർ. അൽ ഖായിഫീന, പൊതുവെയുള്ള ഭയമുള്ളവർ അള്ളാഹുവിനെ. അർ റാജീന, ഖൗഫും റജാവും ഉള്ളവർ. അൽ മുഖ്ലിസീന, അമലുകളിൽ ഇഖ്ലാസ് ഉള്ളവർ. അദ്ദാകിരീന അൽ മിന്നത്ത, അനുഗ്രഹങ്ങളെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നവർ. അശ്ശാകിരീന ലി അൻഉമി സയ്യിദിഹിം, അവരുടെ രക്ഷിതാവിന്റെ നിഅമത്തുകൾക്ക് നന്ദി ചെയ്യുന്നവർ. റബ്ബിൽ ആലമീൻ, ആ നിലയിൽ, ആ വിഭാഗത്തിൽ നിനക്കും പെടാൻ കഴിയും. സുമ്മ, പിന്നീട്, തസീറു ബഅദ ദാലിക, അതിനുശേഷം നീ ആയിത്തീരും. മിനൽ മുസ്തഖീമീന, ചൊവ്വായവരിൽപ്പെട്ടവരായിത്തീരും. അൽ മുക്കറമീന, ബഹുമാനിതരിൽപ്പെട്ടവരായിത്തീരും. അസ്സിദ്ദീഖീന, സിദ്ദീഖുകളിൽപ്പെട്ടവരായിത്തീരും. ഫതഅമ്മൽ ഹാദൽ കലാം, ഈ കലാം ശരിക്കും ചിന്തിച്ച് മനസ്സിലാക്കിക്കോ. അല്ലാഹു തആല വലിയ തൗഫീഖ്. ഫൈൻ ഖുൽത, ഇനി നീ ചോദിച്ചാൽ, ഇദാ കാനൽ അംറു കദാലിക, കാര്യം ഇപ്രകാരമെല്ലാം ആണെങ്കിൽ, ഇത്രയും വലിയ അക്കബകളൊക്കെ കടന്നു പോകുക എന്ന് പറഞ്ഞൊരു വലിയ പ്രശ്നമല്ലേ. അപ്പോൾ ലഖദ് ഖല്ല മിനന്നാസ്, ജനങ്ങളിൽ നിന്നും കുറയുമല്ലോ. അൽ ആബിദു ലിഹാദൽ മഅബൂദ്, ഈ മഅബൂദിന് ഇബാദത്ത് ചെയ്യുന്നവർ വളരെ കുറയുമല്ലോ. ഈ മഅബൂദ്, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നവർ വളരെ കുറയും. കാരണം ഷർത്തും ഫർളും അക്കബകൾ കടക്കലൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. വൽ വാസിലു ഇലാ ഹാദൽ മഖ്സൂദി, ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നവനും കുറയുമല്ലോ. വമനില്ലദീ യഖ്വ അലാ ഹാദിഹിൽ മുഅൻ, ഈ കഷ്ടപ്പാടിന്റെ മേൽ ആർക്ക് കഴിവുണ്ടാവും. വതഹ്സീലി ഹാദിഹി ശറാഇത്തി, ഈ ഷർത്തുകളെ കരസ്ഥമാക്കുന്നതിലേക്ക്. വസ്സുനനി, സുന്നത്തുകളെയും ആർക്ക് കഴിവുണ്ടാകുമെന്ന് ചോദിച്ചാൽ, ഫാലം, നീ അറിയണം, അന്നല്ലാഹു തആല കദാലിക യഖൂലടാ, അല്ലാഹു തആല എപ്രകാരം തന്നെയാ പറഞ്ഞിരിക്കുന്നത്. വഖലീലും മിൻ ഇബാദിയശ് ശകൂർ, എന്റെ അടിമകളിൽ നിന്നും കുറവാണ് ശക്കൂർ. അല്ലാഹു തആല കുറഞ്ഞ ശക്കൂറുകളുടെ കൂട്ടത്തിൽ സാധുക്കളായ നമ്മളെയും കൂടെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിഹഖി നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
വലാകിന്ന അക്സറന്നാസി ലാ യശ്കുറൂൻ. ലാ യഅഖിലൂൻ എന്ന് പറഞ്ഞാൽ വലാകിന്ന അക്സറന്നാസി ലാ യഅഖിലൂൻ. ലാ യഅലമൂൻ എന്ന് പറഞ്ഞാൽ വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. പക്ഷേ ജനങ്ങളിൽ കൂടുതൽ പേരും നന്ദി ചെയ്യാത്തവരാണ്, കാര്യങ്ങൾ മനസ്സിലാക്കാത്തവരാണ്, അറിവില്ലാത്തവരാണ്. അപ്പോൾ അള്ളാഹു ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് അള്ളാഹുലേക്ക് എത്തുന്നവർ വളരെ കുറവാണ്. പിന്നീട് ഇന്നതാലിക്ക് ഈ പറഞ്ഞ കാര്യമെല്ലാം തന്നെ യസീറുൻ എളുപ്പമാണ്. അലാമൻ യസ്റഹുല്ലാഹു, അള്ളാഹു ആർക്ക് എളുപ്പം ചെയ്ത് കൊടുത്തോ അവർക്ക് എളുപ്പമാണ്. തആല അലൈഹി, അള്ളാഹു താല അതിനെ ആരുടെ മേൽ എളുപ്പമാക്കിയോ. വഅലൽ അബ്ദി, അടിമയുടെ മേൽ നിർബന്ധമാണ് അൽ ഇജ്തിഹാദ്, പരിശ്രമിക്കൽ. വഅലല്ലാഹി സുബ്ഹാന, അള്ളാഹുവിന്റെ മേൽ നിക്ഷിപ്തമാണ് അൽ ഹിദായത്തു, വഴിയിലേക്ക് എത്തിക്കൽ. അത് അള്ളാഹുവിന്റെ പരിപാടിയാണ്, നമ്മൾ പരിശ്രമിക്കാന്നുള്ളത്. ഖാല അല്ലാഹു തആല, യജമാനൻ പറഞ്ഞു, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ, നമ്മുടെ വഴിയിൽ ജിഹാദ് ചെയ്യുന്നവർ നാം അവരെ വഴിയിൽ കൊണ്ടെത്തിക്കുക, സുബുലനാ, നമ്മുടെ വഴികളിൽ അവനെ നാം കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും. അള്ളാഹു ആ വിഭാഗത്തിൽപ്പെടുന്ന നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ വൈദാക്കാനൽ അബ്ദു, ഒരു അടിമയായാൽ, അല്ലഈഫു, ഒരു ബലഹീനനായ അടിമ, യഖൂമു ബിമാ അലൈഹി, അവന്റെ മേൽ നിർബന്ധമായ ഒന്നുമായി അവൻ നിലകൊള്ളുന്നവനാണെങ്കിൽ, ഫമാ ലന്നുക, അപ്പം നിന്റെ ലന്നെന്താണ്, ബിർ റബ്ബിൽ ഖദീർ, ഖദീറായ റബ്ബിനെ കുറിച്ച്. അവൻ ആ അടിമയെ ഉയർത്തിക്കൊണ്ടുവരില്ലേ, വരും. അൽ ഖനിയിൽ കരീമിർ റഹീം, അങ്ങനത്തെ റബ്ബിനെ കുറിച്ച് നിന്റെ ലന്നെന്താണ്. അടിമയ്ക്ക് ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റുമെങ്കിൽ യജമാനന് ബാക്കിയുള്ളത് ചെയ്തു തരും. കുൽത്ത, ഇനി നീ പറഞ്ഞാൽ, വൽ ഉംറു കസീറുൻ, ആയുസ് കുറവാണ്. വഹാദിഹി, ഇത് അഖബാത്തുൻ തവീലത്തുൻ, നീണ്ട അക്കബകളാണ്, ശരീരത്താണ്. കൈഫ യബ്ഖൽ ഉംറു, എങ്ങനെ ആയുസ് ശേഷിക്കും. ഹത്താ തക്മുല ഹാദിഹി ശറാഇതു, ഈ ഷർത്തുകൾ പൂർത്തിയാകുന്നവരെ എങ്ങനെ ആയുസ് ശേഷിക്കും. വതുഖ്തഅ ഹാദിഹിൽ അഖബാത്ത്, അക്കബകൾ മുറിച്ചു കടക്കപ്പെടുന്നവരെ എങ്ങനെ ആയുസ് ശേഷിക്കും. പല ഉംരി, എന്റെ ആയുസിന് തന്നെ സത്യം. ഇന്ന ഹാദിഹിൽ അഖബാത്ത്, ഈ കടമ്പകൾ, തവീലത്തുൻ, അങ്ങനെ തന്നെയാണ്, നീണ്ടതാണ്. വശറാഇതു ഫിഹാ, ഇവകളുടെ നിബന്ധനകൾ ശരീരത്തിൽ കഠിനമായ നിബന്ധനകളുമാണ്. വലാകിൻ, പക്ഷേ, ഇത് അറാദ അല്ലാഹു തആല, അള്ളാഹു ഉദ്ദേശിച്ചാൽ, അൻ യജ്തബി അബ്ദഹു, അവന്റെ അടിമയെ അവൻ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിച്ചാൽ, ഖസ്സറ അലൈഹി, അള്ളാഹു അവന്റെ മേൽ ചുരുക്കും. തവീലഹ, ഈ അഖബയുടെ തവീലിനെ, നീണ്ടതിനെല്ലാം അള്ളാഹു തആല ചുരുക്കി കാണിക്കും. വഹവ്വന അലൈഹി, അവന്റെ മേൽ അള്ളാഹു തആല എളുപ്പമാക്കും. ശദീദഹ, ഇതിന്റെ കാഠിന്യതയെ. ഹത്താ യഖൂല, അവൻ അവസാനം പറയും, ബഅദ ഖത്ഇഹ, അതിനെല്ലാം മുറിച്ചു കടന്നതിന് ശേഷം, മാ അഖറബ ഹാദിഹി തരീഖ, എന്തൊരു അടുപ്പമാണ് ഈ വഴിക്ക്. വാഖ്സറ, എത്രയോ ചുരുങ്ങിയ വഴിയാണിത്, ഇത് നീണ്ട വഴിയല്ലല്ലോ, എത്രയോ ചുരുങ്ങിയ വഴിയാണ്, ബൈപ്പാസ് ആണല്ലോ ഇത് എന്നവൻ പറയും. എത്ര പെട്ടെന്ന് നമ്മൾ കടന്നുപോയത്. ഒമാ അഹ്വന ഹാദൽ അംറ, ഈ കാര്യം എത്രയോ എളുപ്പമുള്ളതാണ്. വൈസറ എന്നവൻ പറയും. അള്ളാഹു തൗഫീഖ് ചെയ്ത, അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വഫീ മിസ്ലി ദാലിക, ഇതുപോലുള്ള കാര്യം ഒരു മാനയിൽ ഖുൽതു അന, ഞാൻ പറഞ്ഞു, ഇന്ദ വുഖൂഫി, ഞാൻ നിൽക്കുന്ന അവസരത്തിൽ, അലാ ഹാദിഹിൽ ഗായത്തി, ഈ പരിധിയിൽ, ഈ അങ്ങേയറ്റത്ത് ഞാൻ നിൽക്കുകയാണ്, ഈ ലക്ഷ്യത്തിൽ ഞാൻ നിലകൊള്ളുകയാണ്. അപ്പൊ ഞാനും പറഞ്ഞു, എന്തു പറഞ്ഞു. അലമുൽ മഹജ്ജത്തി വാളിഹുൻ ലിമുരീദിഹി വഅറൽ ഖുലൂബ അനിൽ മഹജ്ജത്തി ഫീ അമാ വലഖദ് അജിബ്തു ലിഹാലികിൻ വനജാതുഹു മൗജൂദത്തുൻ വലഖദ് അജിബ്തു ലിമൻ നജാ. അതെന്താ പറഞ്ഞേ. അലമുൽ മഹജ്ജത്തി, വൻ പാത, ശരിയായ റോഡ്, വലിയ പാത, ആ പാതയിലേക്കുള്ള അടയാളം, വാളിഹുൻ, വ്യക്തമാണ്, ലി മുരീദിഹി, അതിനെ ഉദ്ദേശിക്കുന്ന ആൾക്ക്, ആ പാതയെ ഉദ്ദേശിക്കുന്ന ആൾക്ക് അത് വളരെ എളുപ്പമാണ്, വ്യക്തമാണ്. വറൽ ഖുലൂബ, എന്നാൽ കൽബുകളെ ഞാൻ മനസ്സിലാക്കുന്നു. ഫി അമൻ അനിൽ മഹജ്ജത്തി, അനിൽ മഹജ്ജത്തി ഫി അമ എന്ന് പറഞ്ഞാൽ ഫി അമ അനിൽ മഹജ്ജത്തി, വലിയ പാതയെ തൊട്ട് അവൻ അന്ധതയിലാണ്, ആ കൽബുകൾ അന്ധതയിലാണ്, കാണാനുള്ള കണ്ണ് കൽബുകൾക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വലഖദ് അജിബ്തു ലിഹാലികിൻ വനജാതുഹു മൗജൂദത്തുൻ വലഖദ് അജിബ്തു ലിമൻ നജാ. വലഖദ് അജിബ്തു, ഞാൻ അത്ഭുതപ്പെട്ടു, ലിഹാലിക്കിൻ, ഒരു നശിച്ചവനെ കുറിച്ച്,
ഏതവസ്ഥയിൽ നജാത്ത് അവന്റെ രക്ഷ മൗജൂദൻ ഉണ്ട്, രക്ഷ ഉള്ളതോടുകൂടി അതിനെ പാഴാക്കി അവൻ നശിച്ചല്ലോ, നാശം. വലക്കത് അജിബിത്തു, ഒരാളെ കുറിച്ച് ഞാൻ അത്ഭുതപ്പെട്ടു, ലിമൻ നജാ, രക്ഷപ്പെട്ട ഒരാളെ കുറിച്ച്. ബാക്കി ഇങ്ങനെ ചേർക്കണം, വൽ ഹലാക്കു മൗജൂദുൻ, അവന് ഹലാക്ക് അവന്റെ അടുക്കൽ ഉണ്ട്, പക്ഷെ അതിനെല്ലാം തട്ടിമാറ്റി അവൻ രക്ഷപ്പെട്ടു, അത് വലിയ അത്ഭുതം തന്നെ. അങ്ങനെ തട്ടിമാറ്റി രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രത്തോളം അന്നമിന്നും അവരിൽപ്പെട്ടവരാണ് മൻ ഒരാള് യക്തഹു, അദ്ദേഹം ഹാദിയിൽ അക്കബാത്തി, ഈ അക്കബകളെല്ലാം മുറിച്ചു കിടക്കും, ഫീ സബഈന സനത്തൻ, 70 വർഷം കൊണ്ട് ഇതിനെല്ലാം വിട്ടുകിടക്കും. അങ്ങനെയുള്ളവരുണ്ട്. വമിന്നും അവരിൽപ്പെട്ടവരാണ് മൻ യക്തഹു, അവകളെ മുറിച്ചു കിടക്കും, ഫീ 20 സനത്തൻ. വമിന്നും മൻ യക്തഹു ഫീ 10 സിനീൻ, 10 വർഷം കൊണ്ട് വിട്ടുകിടക്കും, 20 വർഷം കൊണ്ട് വിട്ടുകിടക്കും. വമിന്നും അവരിൽപ്പെട്ടവരാണ് മൻ, ഒരു വിഭാഗം, യഹ്സുലു ലഹു, അയാൾക്ക് ഇതിന്റെ നജാത്ത് കിട്ടും, വിട്ടുകിടക്കൽ കരസ്ഥമാകും, ഫീ സനത്തിന്, ഒറ്റ വർഷത്തിൽ. വമിന്നും മൻ യക്തഹു, അതിന് മുറിച്ചു കിടക്കുന്നവരുണ്ട്, ഫീ ഷഹരിൻ, ഒരു മാസത്തിൽ മുറിച്ചു കിടക്കുന്നവരുണ്ട്. ബൽഫിൽ ജുമഅ, ഫി ജുമഅത്തിന്, ഒരു ജുമായിൽ ഒരാഴ്ച എന്നർത്ഥം, ഒരാഴ്ചയിൽ വിട്ടുകിടക്കുന്നവരുണ്ട്. ബൽഫി സാഹത്ത്, അല്ല ഒരു മണിക്കൂറിൽ അവൻ വിട്ടുകിടക്കും. ഹത്താ, എത്രത്തോളം അന്നമിന്നും അവരിൽപ്പെട്ട ഉണ്ട് മൻ, ഒരു വിഭാഗം, യഹ്സുലു ലഹു, അയാൾക്ക് വിട്ടുകിടക്കൽ കരസ്ഥമാകും, ഫീ ലഹദത്തിൻ, ഒരു നിമിഷത്തിൽ, ബിതൗഫീഖിൻ ഖാസിൻ വഇനായത്തിൻ സാബിഖത്തിൻ മിനല്ലാഹി സുബ്ഹാനഹു, ഖാസായ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട്, വഇനായത്തിൻ സാബിഖത്തിൻ മിനല്ലാഹി സുബ്ഹാനഹു, അല്ലാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ പരിഗണന കൊണ്ട് ഒരു നിമിഷം കൊണ്ടും അത് വിട്ടുകിടക്കാൻ കഴിയും. അതാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ബാക്കി നാളെ.